വിശദമായ വാർത്തയിലേക്ക്. മണിപ്പൂരിൽ സൈന്യത്തെ തടഞ്ഞ് 1000-ഓളം വരുന്ന മെയ്തേയ് വിഭാഗക്കാർ കസ്റ്റഡിയിലെടുത്തവരെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് തടഞ്ഞത്. തുടർന്ന് കസ്റ്റഡിയിലെടുത്ത സായുധ വിഭാഗമായ KYKLന്റെ 12 അംഗങ്ങളെയും മോചിപ്പിച്ചു. വിവരങ്ങളുമായി ആന്റണി ചേരുന്നുണ്ട്. ആന്റണി, സർവകക്ഷി യോഗം നടന്നു കഴിഞ്ഞപ്പോഴും ഇപ്പോഴും മണിപ്പൂരിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. എന്താണ് ഇപ്പോൾ പുതുതായിട്ട് വന്ന വിവരം? തീർച്ചയായും അസാധാരണമായ ഒരു കാഴ്ച, അല്ലെങ്കിൽ അതാണ് ഇന്നലെ മണിപ്പൂരിലെ ഇംഫാലിൽ നടന്നത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് സൈന്യം ഈ ഇംഫാലിലെ ഇൻതാം എന്ന ഒരു ഗ്രാമത്തിൽ ഈ KYKL, അതായത് ഈ മെയ്തേയ് വിഭാഗത്തിന്റെ ഒരു സായുധ ഗ്രൂപ്പാണ്. അവർ ആ സംഘടനയിൽപ്പെട്ട ആളുകൾ ഈ ഗ്രാമത്തിലുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ തെരച്ചിൽ നടത്തുന്നത്. ഈ തെരച്ചിലിൽ 12 പേരെ ഈ സൈന്യം കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. ഇവരെ ഇതറിഞ്ഞ ആ നാട്ടിലെ ജനങ്ങൾ സംഘടിക്കുകയായിരുന്നു. മെയ്തേയ് വിഭാഗമാണ് സംഘടിച്ചത്. 1200-ന് മുകളിൽ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് സൈന്യം പറയുന്നത്. 1200 മുതൽ 1500 പേര് വരെ ഈ ഉണ്ടായിരുന്നു. അതിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഇവർ വന്ന് സൈന്യത്തെ വളയുകയാണ് ചെയ്തത്. പിന്നീട് സൈന്യം നിലവിൽ ഈ മറ്റ് നടപടികളിലേക്ക് പോയാൽ ഈ വെടിവെപ്പ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത് ആളുകളുടെ ജീവനും ഉൾപ്പെടെ ഹാനികരമാകും എന്നുള്ളത് കണ്ട് സമാധാനത്തിലേക്ക് നീങ്ങുകയായിരുന്നു. തുടർന്ന് ഈ കസ്റ്റഡിയിലെടുത്ത 12 പേരെയും സൈന്യം വിട്ട് അയക്കുകയാണ് ചെയ്തത്. അതിൽ 2015-ൽ സൈന്യത്തിന് നേരെ ആക്രമണം നടത്തിയ മെയ്തേയ് ഈ KYKLന്റെ കമാൻഡർ മൊയ്രാത്തോം താംപെ എന്ന ആളെയും വിട്ടയച്ചിട്ടുണ്ട്. ഇവരെ ഈ 12 പേരെയും ഈ അവിടുത്തെ ഗ്രാമമുഖ്യന് കൈമാറിയെന്നാണ് സൈന്യം അറിയിക്കുന്നത്. നിലവിൽ സൈന്യം പറയുന്നത് ഈ നിലവിലത്തെ സാഹചര്യത്തിൽ ഇത്രയും ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ മറ്റു നടപടികളിലേക്ക് കടക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക്, അല്ലെങ്കിൽ ഇവരെ വിട്ടുകൊടുക്കാൻ ഉള്ള തീരുമാനത്തിലേക്ക് സൈന്യത്തിന് എത്തേണ്ടി വന്നതെന്നാണ് പറയുന്നത്. പക്ഷേ അതേസമയം അവിടെ നിന്ന് ആയുധങ്ങൾ അടക്കമുള്ളവ സൈന്യം പിടിച്ചെടുത്തിട്ടുണ്ട്. നിരവധി ആയുധങ്ങൾ ഈ ഇവരുടെ ക്യാമ്പിൽ നിന്ന് സൈന്യം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ സൈന്യം തന്നെയാണ് ഇക്കാര്യം ഔദ്യോഗികമായി സൈന്യത്തിന്റെ ട്വിറ്റർ പേജിലൂടെ അറിയിച്ചത്. അതിന്റെ ദൃശ്യങ്ങളും സൈന്യം പുറത്ത് വിടുകയും ചെയ്തിരുന്നു. ഏതായാലും കലാപം തുടരുന്ന മണിപ്പൂരിനെ സംബന്ധിച്ച് ഏറ്റവും വിചിത്രമായ, അല്ലെങ്കിൽ ഒരു അസാധാരണമായ കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. ശ്രുതി. ആന്റണി, അതായത് സൈന്യത്തിന് പോലും മുട്ടുമടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ വളരെ ഒരു ആശങ്ക തന്നെ നിലനിൽക്കുന്നുണ്ടല്ലോ. അതായത് മന്ത്രിമാരുടെ വസതികൾ പോലും ആക്രമിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ അക്രമകാരികളെ ഇവര് മോചിപ്പിക്കുമ്പോൾ ഇനിയും പുതിയതായിട്ട് അക്രമങ്ങൾ ഉണ്ടാകാൻ സാധ്യത, കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും പുതുതായിട്ട് അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നില്ലേ? തീർച്ചയായും ഈ പ്രശ്നങ്ങൾക്ക് ശമനമില്ലാതെ തുടരുകയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഈ സ്ത്രീകൾ അടക്കമുള്ളവരാണ് ഈ സമരങ്ങൾ മിക്കവാറും ഈ പ്രക്ഷോഭങ്ങൾക്കൊക്കെ മുന്നിൽ നിൽക്കുന്നത്. അത് ഈ നടപടികളിലേക്ക് പോകുന്നതിന് വലിയ രീതിയിലുള്ള തടസ്സം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ സൈന്യം ഇന്നലത്തെ ആ മിഷനിൽ തന്നെ സൈന്യത്തിന് പിന്മാറി വരേണ്ടി വന്നത് ആ ഒരു സാഹചര്യത്തിലാണ്. കാരണം നിലവിൽ മനുഷ്യത്വപരമായ ചില കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഇത്തരം തീരുമാനത്തിലേക്ക് പോകേണ്ടി വന്നത് എന്നുള്ളതാണ് സൈന്യം പറയുന്നത്. ഈ മനുഷ്യത്വപരമായൊരു സമീപനമാണ് സൈന്യം ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. സൈന്യവും ഇക്കാര്യത്തിൽ അത്തരം സാഹചര്യം പലയിടങ്ങളിലും ഈ ആക്രമണം നടക്കുമ്പോൾ സൈന്യത്തിന് വെടിവെക്കാൻ ഓർഡർ ഉണ്ടെങ്കിൽ പോലും അത് റബ്ബർ ബുള്ളറ്റ് ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് ഈ സമരക്കാരെ തുരത്തുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും പ്രതിഷേധക്കാർക്ക് നേരെ ഉണ്ടാകുന്നത്. ഏതായാലും സംഘർഷങ്ങൾ അയവില്ലാതെ തുടരുന്നു, അല്ലെങ്കിൽ മെയ്തേയ് കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള ആ ഒരു പ്രതിഷേധം ഇപ്പോഴും തുടരുന്നു. അതിന്റെ ഭാഗമായാണ് ഇന്നലെ ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനായി ഡൽഹിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗം വിളിച്ചത്. പക്ഷേ അവിടെയും ഈ പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഇക്കാര്യങ്ങളിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല. അവർ അല്ലെങ്കിൽ ഒരു മൗനം തുടരുകയാണെന്നുള്ളൊരു വിമർശനം ഉയർത്തി പ്രതിപക്ഷം രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഒരിക്കൽ പോലും ഈ കുക്കി ഈ പ്രതിപക്ഷ നേതാക്കൾ അവിടെ കാത്തിരുന്നെങ്കിൽ പോലും മോദി അവരെ കാണാൻ തയ്യാറായില്ല. 10 ദിവസം അവിടെ കാത്തുനിന്നു. പക്ഷെ മോദി അമേരിക്കയ്ക്ക് പോവുകയാണ് ചെയ്തത് എന്നുള്ള വിമർശനങ്ങളൊക്കെ ഉയരുന്നൊരു സാഹചര്യമുണ്ട്. അതിനിടയിൽ തന്നെയാണ് സൈന്യത്തെ തന്നെ ഇത്തരത്തിൽ വലിയൊരു ആൾക്കൂട്ടം വളയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് അവർ ആ ഒരു സാഹചര്യം കണക്കിലെടുത്ത് മാത്രം പുറകോട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷേ അവിടെ നിന്ന് വലിയ ആയുധങ്ങളുടെ ശേഖരമാണ് പിടിച്ചെടുത്തതെന്ന് സൈന്യം പറയുന്നു. നിരവധി സാധനങ്ങൾ അവിടെ നിന്ന് ഇവർ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും സൈന്യം വ്യക്തമാക്കുന്നു. ഏതായാലും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെ മുന്നിൽ നിർത്തിയുള്ളൊരു സംഭവമാണ്, അല്ലെങ്കിൽ ഒരു പ്രതിഷേധമാണ് ഇന്നലെ അവിടെ അരങ്ങേറിയത്. ശ്രുതി.
ആന്റണി, ഇന്നലെ ഡൽഹിയിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ മണിപ്പൂരിനെ സംബന്ധിച്ച് എന്തെങ്കിലും ആശ്വാസകരമായ തീരുമാനങ്ങൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? അതായത് പ്രതിപക്ഷ അടക്കം ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. നിലവിൽ അമിത്ഷാ ആ യോഗത്തിൽ പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആക്രമണത്തിന്റെ തോതൊക്കെ അവസാനിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനമായും ഈ യോഗത്തിൽ പറഞ്ഞത്. പക്ഷേ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ പറയുന്നത് ഈ മുഖ്യമന്ത്രി ബീരേൻ സിംഗിനെ മാറ്റി നിർത്തണം, അതുപോലെ തന്നെ ഈ പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇടപെടണം എന്നുള്ളതാണ്. പ്രധാനമന്ത്രി ഒരു ഘട്ടത്തിൽ പോലും ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിമർശനമായി ഉയരുന്നത്. ഈ സംഘർഷം ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഒരിക്കൽ പോലും പ്രധാനമന്ത്രി ഇതിനെക്കുറിച്ച് ഒരു വാക്കുപോലും മിണ്ടിയിട്ടില്ല. കർണാടക ഇലക്ഷൻ സമയത്ത് മുതൽ പ്രധാനമന്ത്രി ഇതിനെക്കുറിച്ച് മിണ്ടാൻ തയ്യാറാകുന്നില്ല. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ പ്രതിപക്ഷ പാർട്ടിയിലെ ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മണിപ്പൂരിൽ നിന്ന് പ്രധാനമന്ത്രിയെ കാണാൻ ഡൽഹിയിൽ എത്തിയെങ്കിലും അവർ 10 ദിവസത്തോളം കാത്തിരുന്നെങ്കിൽ പോലും ഒരു ഘട്ടത്തിൽ പോലും പ്രധാനമന്ത്രി ഇവരെ കാണാനുള്ള അനുമതി നൽകിയില്ല. പകരം മോദി അമേരിക്കയ്ക്ക് പോവുകയാണ് ചെയ്തത്. ഇത്തരം കാര്യങ്ങളിലാണ് പ്രധാനമായും പ്രതിപക്ഷം ഇത്തരം വിമർശനങ്ങൾ ഇപ്പോഴും ആ സാഹചര്യത്തിൽ അവിടെ തുടരുകയാണ്. ശ്രുതി, വ്യക്തമാണ്. മണിപ്പൂരിൽ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നു. സൈന്യത്തെ തടഞ്ഞ് 1000-ഓളം വരുന്ന മെയ്തേയ് വിഭാഗക്കാർ കസ്റ്റഡിയിലെടുത്തവരെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് തടഞ്ഞത്. തുടർന്ന് കസ്റ്റഡിയിലെടുത്ത സായുധ വിഭാഗങ്ങളായ KYKലിന്റെ 12 അംഗങ്ങളെയും മോചിപ്പിച്ചിരിക്കുന്നു. വിവരങ്ങളാണ് ആന്റണി നൽകിയത്.